കാലുകൾ ദുർബലമായ, കസേരയിൽ നിന്ന് എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടുള്ള, അല്ലെങ്കിൽ കുറച്ച് ചുവടുകൾ വെച്ചതിന് ശേഷം കാലുകൾ വിറയ്ക്കുന്ന ഒരു മുതിർന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, ഞാൻ പങ്കിടാൻ പോകുന്ന കാര്യം കാലുകളുടെ ശക്തിയെക്കുറിച്ച് നിങ്ങൾക്കറിയാമെന്ന് നിങ്ങൾ കരുതിയതെല്ലാം പൂർണ്ണമായും മാറ്റിമറിച്ചേക്കാം. ജേണൽ ഓഫ് ഏജിംഗ് ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ പ്രസിദ്ധീകരിച്ച 2021 ഒരു പഠനം 65 വയസ്സിന് മുകളിലുള്ള 312 മുതിർന്നവരെ 12 ആഴ്ചത്തേക്കാണ് നിരീക്ഷിച്ചത്. അവരിൽ പകുതിയും ആളുകൾ ദിവസവും നടക്കുന്നുണ്ടായിരുന്നു. ബാക്കി പകുതി പേർ കിടക്ക ബേസ് ചെയ്തുള്ള ലളിതമായ വ്യായാമങ്ങൾ ചെയ്തു. ഫലങ്ങൾ ഗവേഷകരെ പോലും അമ്പരിപ്പിക്കുന്നതായിരുന്നു. കിടക്കയിൽ മലർന്നു കിടക്കുന്ന സംഘം നടക്കുന്നവരെ അപേക്ഷിച്ച് 38% കൂടുതൽ കാലിൻ്റെ ശക്തി നേടിയിരുന്നു. കിടക്കയിൽ മലർന്നു കിടന്ന് വ്യായാമം ചെയ്ത ആളുകൾക്ക് എല്ലാ ദിവസവും നടക്കുന്നവരെക്കാൾ കൂടുതൽ ശക്തിയും ലഭിച്ചു. എന്തുകൊണ്ടാണ്? കാരണം നിങ്ങളുടെ കാലുകൾ ദുർബലമായിരിക്കുമ്പോൾ ഒറ്റയ്ക്ക് നടക്കുന്നത് നിങ്ങളുടെ പേശികളെ ശക്തിപ്പെടുത്താൻ വേണ്ടത്ര സമ്മർദ്ദം ചെലുത്തുന്നില്ല. അത് അവയെ കഷ്ടിച്ച് പ്രവർത്തിപ്പിക്കുകയാണ്. എന്നാൽ ഇതാ ഒരു സന്തോഷ വാർത്ത. ബെഡിൽ കിടന്നുകൊണ്ടുള്ള 4 വ്യായാമങ്ങളുണ്ട്. നിങ്ങളുടെ മെത്തയിൽ കിടക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ചലനങ്ങൾ. എന്നോടൊപ്പം നിൽക്കൂ, കാരണം ഈ വീഡിയോയുടെ അവസാനത്തോടെ നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ഇന്ന് രാത്രി ഏത് മൂവ്മെൻറ്റിൽ ആരംഭിക്കണമെന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും. ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നമ്പർ 4, ആംഗിൾ പംപ്സ്. നിങ്ങൾ മണിക്കൂറുകളോളം ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ കാലിലെ രക്തം വലിക്കുവാൻ തുടങ്ങുന്നു. നിങ്ങളുടെ മുഴുവൻ ശരീരത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട പമ്പുകളിൽ ചിലതായ നിങ്ങളുടെ കാഫ് മസിൽസ് പ്രവർത്തിക്കുന്നത് നിർത്തുന്നു. ആ കാഫ് മസിൽസ് പ്രവർത്തിക്കാതെ നിങ്ങളുടെ കാലുകൾക്ക് ഭാരവും വിറയലും ബലഹീനതയും അനുഭവപ്പെടാൻ തുടങ്ങും. 2018 ജേണൽ ഓഫ് വാസ്കുലർ സർജറി നടത്തിയ ഒരു പഠനത്തിൽ 70 വയസ്സിന് മുകളിലുള്ളവരിൽ ഒരു ദിവസം 3 തവണ മാത്രം 30 ആംഗിൾ പംപ്സ് നടത്തിയാൽ കാലിൻ്റെ താഴത്തെ ഭാഗത്തെ ബ്ലഡ് സർക്കുലേഷൻ 67% മെച്ചപ്പെട്ടു എന്ന് കണ്ടെത്തി. നിങ്ങളുടെ കാലുകൾ നേരെ മുന്നിൽ വെച്ച് കിടക്കയിൽ മലർന്ന് കിടക്കുക. കൂടുതൽ സുഖകരമെന്ന് തോന്നുകയാണെങ്കിൽ കാൽമുട്ടുകൾക്ക് താഴെ ഒരു ചെറിയ തലയണ വയ്ക്കുക. പക്ഷേ അത് ആവശ്യമില്ല. നിങ്ങളുടെ പാദങ്ങൾ സ്വതന്ത്രമായി നീങ്ങാൻ കഴിയുന്ന തരത്തിൽ അൺകവേർഡ് ആണെന്ന് നിങ്ങൾ ഉറപ്പാക്കണം. നിങ്ങളുടെ കാൽവിരലുകൾ കൊണ്ട് കിടക്കയുടെ കാൽഭാഗത്ത് തൊടാൻ ശ്രമിക്കുന്നത് പോലെ നിങ്ങളുടെ കാൽവിരലുകൾ നിങ്ങളിൽ നിന്ന് പതുക്കെ അകറ്റി നിർത്തിക്കൊണ്ട് ആരംഭിക്കണം. ആ പോയിന്റിൽ 2 സെക്കൻഡ് പിടിച്ചു വയ്ക്കുക. പിന്നെ പതുക്കെ നിങ്ങളുടെ കാൽവിരലുകൾ നിങ്ങളുടെ മുഖത്തേക്ക് പുൾ ചെയ്യുക. കാലിൻ്റെ ആംഗിൾസ് സുഖകരമായി കഴിയുന്ന അത്ര വളയ്ക്കുക. ആ ഫ്ലെക്സ് മറ്റൊരു 2 സെക്കൻഡ് കൂടി പിടിച്ചു വയ്ക്കണം. അതൊരു റെപ്പറ്റീഷനാണ്. നിങ്ങളിത് സാവധാനത്തിലും നിയന്ത്രിതമായും ചെയ്യണം. വേഗത്തിലല്ല, തിടുക്കത്തിലുമല്ല. നിങ്ങൾ പതുക്കെ പോകുന്തോറും നിങ്ങളുടെ കാഫ് മസിൽസ് കൂടുതൽ പ്രവർത്തിക്കേണ്ടി വരും. ഒരു സെറ്റിന് 15 മുതൽ 20 വരെ റെപ്പറ്റീഷൻസ് ലക്ഷ്യമിടുക. ദിവസം മുഴുവൻ 3 സെറ്റുകൾ ചെയ്യാൻ ശ്രമിക്കുക. രാവിലെയും ഉച്ചയ്ക്കും ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പും ഈ മൂവ്മെൻറ്റ് തികച്ചും ഫലപ്രദമാണ്. ഈ മൂവ്മെൻറ്റ് എല്ലാവർക്കും തീർച്ചയായും സഹായിക്കുന്നു. പക്ഷേ ധാരാളം സമയം ഇരിക്കുന്ന മുതിർന്നവർക്കും ശസ്ത്രക്രിയയിൽ നിന്ന് സുഖം പ്രാപിക്കുന്നവർക്കും ദിവസത്തിൻ്റെ അവസാനത്തോടെ ആംഗിൾസിൽ നീര് കാണുന്നവർക്കും ഇത് പ്രത്യേകിച്ച് ശക്തമാണ്. ഇപ്പോൾ സാധാരണ സംഭവിക്കുന്ന തെറ്റുകളെക്കുറിച്ച് സംസാരിക്കാം. ആദ്യത്തെ തെറ്റ് വളരെ വേഗത്തിൽ ചെയ്യുന്നു എന്നതാണ്. രണ്ടാമത്തെ തെറ്റ് കാൽവിരലുകൾ ചൂണ്ടുകയും അവയെ പിന്നിലേക്ക് വളയ്ക്കാൻ മറക്കുകയും ചെയ്യുക എന്നതാണ്. പ്രയോജനം ലഭിക്കാൻ നിങ്ങൾക്ക് 2 ദിശകളിലേക്കും ഫുൾ റേഞ്ച് ഓഫ് മോഷൻസ് ആവശ്യമാണ്. മൂന്നാമത്തെ തെറ്റ് നിങ്ങളിത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ശ്വാസം പിടിക്കുക എന്നതാണ്. മുഴുവൻ സമയവും സാവധാനത്തിലും സ്ഥിരതയോടെയും ശ്വസിക്കുക. ഈ അടിത്തറയിൽ നിന്ന് നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെട്ടു കഴിഞ്ഞാൽ ഈ ലിസ്റ്റിലെ മറ്റെല്ലാ വ്യായാമങ്ങളും കൂടുതൽ ഫലപ്രദമാകും. കാരണം നിങ്ങളുടെ പേശികൾക്ക് ശക്തി പ്രാപിക്കാൻ ആവശ്യമായ രക്തയോട്ടം ലഭിക്കുന്നു. തുടരുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ വീഡിയോ ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ മുതിർന്ന പൗരന്മാർക്ക് അത് കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും കഴിയുന്ന തരത്തിൽ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുമല്ലോ. നമ്പർ 3, ഹീൽ സ്ലൈഡ്സ്. ഇത് നിങ്ങളുടെ ഇടുപ്പിനും കാൽമുട്ടിനും ചുറ്റുമുള്ള പേശികളെ ലക്ഷ്യം വെച്ചുള്ള മൃദുവായതും എന്നാൽ ശക്തവുമായ ഒരു മൂവ്മെൻ്റാണ്. ഹീൽ സ്ലൈഡുകൾ ഹിപ്പ് ഫ്ലെക്സിഷൻ സംയോജിപ്പിച്ചാണ് പ്രവർത്തിപ്പിക്കുന്നത്. ഇത് നിങ്ങളുടെ തുടയെ നെഞ്ചിലേക്ക് കൊണ്ടുവരുന്ന പ്രവർത്തനമാണ്. കാൽമുട്ട് വളയ്ക്കുന്നു, എല്ലാം ഒരു സുഗമമായ ചലനത്തിലൂടെ. ഈ വ്യായാമം ഞങ്ങളുടെ പട്ടികയിൽ ഇത്രയധികം ഉയരത്തിലെത്താൻ കാരണം നിങ്ങളൊരു കസേരയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴോ പടികൾ കയറുമ്പോഴോ കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴോ ഉപയോഗിക്കുന്ന അതേ പേശികളെ ഇത് നേരിട്ട് പരിശീലിപ്പിക്കുന്നത് കൊണ്ടാണ്. ഹീൽ സ്ലൈഡുകൾക്ക് തയ്യാറെടുക്കാൻ 2 കാലുകളും നിങ്ങളുടെ മുന്നിൽ നേരെ നീട്ടി കിടക്കയിൽ ഫ്ലാറ്റായി കിടക്കുക. നിങ്ങളുടെ കൈകൾ നിങ്ങളുടെ വശങ്ങളിൽ സുഖകരമായി വിശ്രമിക്കണം.
നിങ്ങളുടെ കാലിൻ്റെ ഹീൽസ് ഷീറ്റുകളിലൂടെ കൂടുതൽ എളുപ്പത്തിൽ സ്ലൈഡ് ചെയ്യാൻ സഹായിക്കുന്നതിന് സോക്സുകളോ മിനുസമാർന്ന പൈജാമ ബോട്ടംസോ ഒക്കെ ധരിക്കുന്നത് നല്ലതാണ്. ഫ്രിക്ഷൻ കുറയ്ക്കാൻ ചിലർ അവരുടെ ഹീൽസിൻ്റെ അടിയിൽ ഒരു ചെറിയ ടവലും വയ്ക്കുന്നുണ്ട്. ഏത് കാലിന് ശക്തിയുണ്ടെന്ന് തോന്നുന്നുണ്ടോ അതിൽ നിന്ന് നിങ്ങൾ ആരംഭിക്കണം. കിടക്കയുടെ സർഫസിലൂടെ നിങ്ങളുടെ ഹീൽസ് പതുക്കെ ബട്ടോക്സിലേക്ക് നീക്കുക. അങ്ങനെ നീക്കുമ്പോൾ കാൽമുട്ട് വളയ്ക്കണം. മുഴുവൻ സമയവും നിങ്ങളുടെ ഹീൽസ് കിടക്കയുമായി സമ്പർക്കത്തിൽ വെക്കണം. നിങ്ങളുടെ കാൽ ഒട്ടും ഉയർത്തരുത്. നിങ്ങളുടെ ഹീൽസ് ബട്ടക്സിൻ്റെ കഴിയുന്നത്ര അടുത്ത് കൊണ്ടുവരിക. തുടർന്ന് 3 സെക്കൻഡ് അങ്ങനെ തന്നെ പിടിച്ചു വയ്ക്കുക. ആ താൽക്കാലിക പോസിന് ശേഷം നിങ്ങളുടെ ഹീൽസ് പതുക്കെ സ്റ്റാർട്ടിംഗ് പൊസിഷനിലേക്ക് താഴ്ത്തണം. അത് ഒരു റെപ്പറ്റീഷനാണ്. ഒരു കാലിൽ 10 മുതൽ 12 വരെ റെപ്പറ്റീഷൻസ് ചെയ്യുക. തുടർന്ന് മറ്റേ കാലിലേക്ക് മാറണം. ഒരു കാലിൽ 2 സെറ്റ് ഒരു ദിവസത്തിൽ 1-2 തവണ വ്യായാമം ചെയ്യുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. കസേരകളിൽ നിന്ന് എഴുന്നേൽക്കാൻ പാടുപെടുന്ന മുതിർന്ന പൗരന്മാർക്കും നടക്കുമ്പോൾ കാൽമുട്ടുകൾ വളയുന്നതായി തോന്നുന്നവർക്കും വീഴ്ചയിൽ നിന്നോ കിടക്കയിൽ വിശ്രമത്തിലോ സുഖം പ്രാപിക്കുന്ന ആളുകൾക്ക് ഈ വ്യായാമം ഒരു ഗെയിം ചേഞ്ചറാകും. ആർത്രൈറ്റിസ് ഉള്ളവർക്കും ഇത് സഹായകരമാണ്. സാധാരണയായി സംഭവിക്കുന്ന തെറ്റുകൾ ഞാൻ പറയാം. ആദ്യത്തേത്, നിങ്ങളുടെ ഹീൽസ് കിടക്കയിൽ നിന്ന് ഉയർത്താൻ അനുവദിക്കുക എന്നതാണ്. അത് ഇതിനെ പൂർണ്ണമായും വ്യത്യസ്തമായ ഒരു വ്യായാമമാക്കി മാറ്റുകയും മിക്ക ഗുണങ്ങളും ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ആ ഹീൽസ് എല്ലായ്പ്പോഴും മെത്തയിൽ ലഘുവായി അമർത്തിപ്പിടിക്കണം. രണ്ടാമത്തെ തെറ്റ്, സ്ലൈഡ് വേഗത്തിലാക്കുക എന്നതാണ്. നിങ്ങൾ വേഗത്തിൽ നീങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ മസിൽസിന് മൊമെൻറ്റം പ്രവർത്തിക്കും. വേഗത കുറയ്ക്കുക. ഓരോ സ്ലൈഡും ഓരോ ദിശയിലും ഏകദേശം 4 സെക്കൻഡ് എടുക്കുന്നതാണ്. പരമാവധി പ്രയോജനത്തിനായി നിങ്ങളുടെ ഹീൽസ് മുകളിലേക്ക് നീക്കുമ്പോൾ നിങ്ങളുടെ തുടയുടെ മസിൽസിനെ ഞെരുക്കാൻ ശ്രമിക്കുക. 2 ആഴ്ചത്തെ തുടർച്ചയായ ഹീൽ സ്ലൈഡുകൾക്ക് ശേഷം പല മുതിർന്നവരും കാലുകളിൽ കൂടുതൽ സ്ഥിരത അനുഭവപ്പെടുന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്പർ 2, സ്ട്രെയിറ്റ് ലെഗ് റൈസുകൾ. ഈ മൂവ്മെൻറ്റ് നിങ്ങളുടെ തുടയുടെ മുൻവശത്തുള്ള വലിയ പേശികളായ ക്വാഡ്രിസെപ്സിനെയും നിങ്ങളുടെ ഹിപ്പ് ഫ്ലെക്സറുകളെയും ലക്ഷ്യമിടുന്നതാണ്. നടക്കാനും നിൽക്കാനും വീഴുന്നത് തടയാനും ഏറ്റവും പ്രധാനപ്പെട്ട മസിൽ ഗ്രൂപ്പാണ് നിങ്ങളുടെ ക്വാഡ്രിസെപ്സ്. നിങ്ങളുടെ ക്വാഡ്രിസെപ്സ് ദുർബലമാകുമ്പോൾ നിങ്ങളുടെ കാൽമുട്ടുകൾ വഴങ്ങുന്നു. നിങ്ങളുടെ ബാലൻസ് തെറ്റും. കസേരയിൽ നിന്ന് എഴുന്നേൽക്കുന്നത് ഒരു ദൈനംദിന പോരാട്ടമായി മാറുന്നു. പിറ്റ്സ്ബർഗ് സർവകലാശാലയിൽ നിന്നുള്ള 2019 ഒരു പഠനം കാൽമുട്ടിൻ്റെ ബലഹീനതയുള്ള 96 മുതിർന്നവരിൽ സ്ട്രെയിറ്റ് ലെഗ് റൈസസ് എക്സസൈസ് പരീക്ഷിച്ചു നോക്കി. ഒരു ദിവസം 5 മിനിറ്റ് മാത്രം ഈ വ്യായാമം ചെയ്തവർ 12 ആഴ്ചകൾക്ക് ശേഷം ക്വാഡ്രിസെപ്സിൻ്റെ ശക്തിയിൽ 41% വർധനവും നടത്തത്തിൻ്റെ വേഗതയിൽ 28% പുരോഗതിയും കാണിച്ചു. സ്ട്രെയിറ്റ് ലെഗ് റൈസസിന് തയ്യാറെടുക്കാൻ 2 കാലുകളും നീട്ടി നിങ്ങൾ ഫ്ലാറ്റായി കിടക്കണം. ഒരു കാൽമുട്ട് വളച്ച് ആ കാൽ മെത്തയിൽ ഫ്ലാറ്റായി വെക്കുക. ഈ വളഞ്ഞ കാൽ നിങ്ങളുടെ ലോവർ ബാക്കിനെ പിന്തുണയ്ക്കുകയും സമ്മർദ്ദം തടയുകയും ചെയ്യും. നേരെയായി വെച്ചിരിക്കുന്ന മറ്റേ കാലാണ് നിങ്ങൾ ഉയർത്താൻ പോകുന്നത്. നിങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ പുറം സുഖകരവും സപ്പോർട്ടഡ് ആണെന്നും ഉറപ്പാക്കണം. നിങ്ങളുടെ കാൽമുട്ട് മുകളിലേക്ക് വലിച്ചുകൊണ്ട് നിങ്ങളുടെ സ്ട്രെയിറ്റ് ആയിരിക്കുന്ന കാലിൻ്റെ മുകളിലെ പേശി മുറുക്കുക. ഇതാണ് നിർണായകമാകുന്നത്. മുൻകൂട്ടി മുറുക്കാതെ നിങ്ങളുടെ തുട ബിൽഡ് ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ ഇടുപ്പ് ആയാസപ്പെടാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. അതുകൊണ്ട് മുൻകൂട്ടി മുറുക്കി വയ്ക്കുക. ആ മസിൽ എൻഗേജ്ഡ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്ന കാൽ കിടക്കയിൽ നിന്ന് ഏകദേശം 12 ഇഞ്ച് ഉയരത്തിൽ പതുക്കെ ഉയർത്തുക. കാൽമുട്ട് ലോക്ക് ചെയ്തിരിക്കുക. ഉയർത്തിയ ആ പൊസിഷൻ 5 സെക്കൻഡ് നേരത്തേക്ക് പിടിച്ചു വയ്ക്കുക. പിന്നീട് പതുക്കെ കാൽ താഴേക്ക് താഴ്ത്തുക. കാൽ താഴേക്ക് ഇറക്കുന്നതിന് മറ്റൊരു 3 മുതൽ 4 സെക്കൻഡ് വരെ എടുക്കാം. അത് ഒരു റെപ്പറ്റീഷൻ ആകും. ഒരു കാലിൽ 8 മുതൽ 10 വരെ റെപ്പറ്റീഷൻസ് ലക്ഷ്യമിടുക. തുടർന്ന് നിങ്ങൾ വശങ്ങൾ മാറ്റണം. സ്റ്റാർട്ടിങ്ങിൽ ഒരു കാലിൽ 2 സെറ്റുകൾ. ഒരു ദിവസം അത് ഒരിക്കൽ ചെയ്യുക. നിങ്ങൾ ശക്തനാകുമ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം 2 സെഷനുകൾ വരെ ചെയ്യാൻ കഴിയും. കാലുകൾ ദുർബലമായവർക്ക് ഈ വ്യായാമം സഹായകമാണ്. പക്ഷേ കാൽമുട്ടുകൾ വളയുന്നതായി തോന്നുന്ന മുതിർന്നവർക്കും കൈകൾ തള്ളാതെ കസേരയിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്തവർക്കും താഴേക്ക് നടക്കുമ്പോൾ കാലുകൾ ഇളകുന്നതായി തോന്നുന്നവർക്കും ഇത് പ്രത്യേകിച്ചും ശക്തമാണ്. നേരിയ ആർത്രൈറ്റിസ് ഉള്ളവർക്കും ഇത് വളരെ സഹായകമാണ്. കാരണം ജോയിൻസിൽ വലിയ സ്വാധീനമൊന്നും വരുന്നില്ല. ഉയർത്തിയ കാൽ വളയ്ക്കുക എന്നതാണ് പൊതുവെ കാണുന്ന ആദ്യത്തെ തെറ്റ്. നിങ്ങളുടെ കാൽമുട്ട് വളയുന്ന നിമിഷം ക്വാഡ്രിസെപ്സ് കഠിനമായി പ്രവർത്തിക്കുന്നത് നിർത്തുകയും വ്യായാമത്തിൻ്റെ ഭൂരിഭാഗവും നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ആ കാൽ ഒരു ബോർഡ് പോലെ നേരെയാക്കണം. രണ്ടാമത്തെ തെറ്റ് കാൽ വളരെയധികം ഉയർത്തുക എന്നതാണ്. 12 ഇഞ്ച് ധാരാളമാണ്.
മുകളിലേക്ക് പോകുന്നത് നിങ്ങളുടെ ഹിപ്പ് ഫ്ലക്സറുകളിലേക്ക് ജോലി മാറ്റുകയും നിങ്ങളുടെ ലോവർ ബാക്കിന് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. ഒരു മാസത്തേക്ക് സ്ഥിരമായി ഈ വ്യായാമം ചെയ്യുന്ന പല മുതിർന്നവരും ആദ്യമായി റെയിലിംഗ് പിടിക്കാതെ പടികൾ കയറാൻ കഴിയുന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എക്സസൈസ് നമ്പർ 1, ഗ്ലൂട്ട് ബ്രിഡ്ജുകൾ. ഞങ്ങളുടെ പട്ടികയിലെ 1-ാം സ്ഥാനത്ത് ഗ്ലൂട്ട് ബ്രിഡ്ജാണ്. ഇത് മുതിർന്നവരിൽ ഏറ്റവും കുറച്ച് ഉപയോഗിക്കപ്പെട്ട മസിൽ ഗ്രൂപ്പിനെ ഉത്തേജിപ്പിക്കുന്ന ഒരു ചലനമാണ്. ആ മസിൽ ഗ്രൂപ്പ് നിങ്ങളുടെ ഗ്ലൂട്ടുകളാണ്. അവ നിങ്ങളുടെ ബട്ടക്സിലെ ശക്തമായ പേശികളാണ്. നിങ്ങളുടെ ഗ്ലൂട്ടുകൾ നിങ്ങളുടെ മുഴുവൻ ലോവർ ബോഡിയുടെയും എഞ്ചിനാണ്. അവ ദുർബലമാകുമ്പോൾ നിങ്ങളുടെ കാൽമുട്ടുകൾ, ഇടുപ്പുകൾ, ലോവർ ബാക്ക് എന്നിവ വേഗത്തിൽ ക്ഷീണിക്കുകയും ചെയ്യുന്നു. 70 വയസ്സിന് മുകളിലുള്ള 240 മുതിർന്നവരെ ഉൾപ്പെടുത്തി ജേണൽ ഓഫ് ജെറിയാട്രിക് ഫിസിക്കൽ തെറാപ്പിയിൽ 2022 പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ ആഴ്ചയിൽ 3 തവണ ഗ്ലൂട്ട് ബ്രിഡ്ജുകൾ 10 ആഴ്ച ചെയ്തതിന് ശേഷം അവരുടെ വീഴ്ചയുടെ നിരക്ക് 54% കുറയുകയും അവരുടെ ഇടുപ്പിൻ്റെ ശക്തി 33% വർദ്ധിക്കുകയും ചെയ്തു. ഗ്ലൂട്ട് ബ്രിഡ്ജിനായി തയ്യാറെടുക്കാൻ 2 കാൽമുട്ടുകളും വളച്ച് നിങ്ങളുടെ കാലുകൾ മെത്തയിൽ പരന്ന നിലയിൽ കിടക്കുക. നിങ്ങളുടെ പാദങ്ങൾ ഏകദേശം ഇടുപ്പിൻ്റെ വീതിയിലായിരിക്കണം. നിങ്ങളുടെ ഹീൽസ് നിങ്ങളുടെ ബട്ടക്സിൽ നിന്ന് ഏകദേശം 6 ഇഞ്ച് അകലത്തിൽ ആയിരിക്കണം. സ്റ്റെബിലിറ്റിക്ക് വേണ്ടി നിങ്ങളുടെ കൈപ്പത്തികൾ താഴേക്ക് വെച്ചുകൊണ്ട് നിങ്ങളുടെ കൈകൾ വശങ്ങളിലായി വയ്ക്കുക. നിങ്ങളുടെ മെത്ത വളരെ മൃദുവാണെങ്കിൽ കൂടുതൽ ഉറപ്പുള്ള പ്രതലത്തിൽ ഇത് എളുപ്പമാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ ഒരു സാധാരണ കിടക്ക മിക്ക ആളുകൾക്കും അനുയോജ്യമാണ്. നിങ്ങളുടെ പാദങ്ങൾ മെത്തയിലേക്ക് ശക്തമായി അമർത്തുക, പ്രത്യേകിച്ച് നിങ്ങളുടെ ഹീൽസ് വഴി. നിങ്ങളുടെ ബട്ടക്സ് കഴിയുന്നത്ര ശക്തമായി ഞെക്കി കിടക്കയിൽ നിന്ന് ഇടുപ്പ് പതുക്കെ ഉയർത്തുക. നിങ്ങളുടെ കാൽമുട്ടുകളിൽ നിന്ന് തോളിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ സൃഷ്ടിക്കാനാണ് നിങ്ങൾ ലക്ഷ്യമിടേണ്ടത്. അതിനേക്കാൾ ഉയരത്തിൽ ഉയർത്താൻ നിങ്ങൾ ശ്രമിക്കരുത്. കാരണം ആ സ്ട്രെയിറ്റ് ലൈനിന് മുകളിലൂടെ തള്ളുന്നത് നിങ്ങളുടെ ലോവർ ബാക്ക് സമ്മർദ്ദത്തിലാക്കും. നിങ്ങളുടെ ഗ്ലൂട്ടുകൾ മുഴുവൻ സമയവും ഞെരുക്കിക്കൊണ്ട് 5 സെക്കൻഡ് ആ ബ്രിഡ്ജ് പൊസിഷൻ പിടിച്ചു വയ്ക്കുക. പിന്നെ പതുക്കെ നിങ്ങളുടെ ഇടുപ്പ് താഴേക്ക് താഴ്ത്തുക. താഴേക്ക് ഇറങ്ങാൻ 3 മുതൽ 4 സെക്കൻഡ് വരെ സമയമെടുക്കാം. അത് ഒരു റെപ്പറ്റീഷനാകും. ഒരു സെറ്റിന് 10 മുതൽ 12 വരെ റെപ്പറ്റീഷൻസ് ലക്ഷ്യമിടുന്നു. ഒരു സെഷനിൽ 2 സെറ്റുകൾ ഒരു ദിവസം ഒരിക്കൽ ചെയ്യാം. നടക്കുമ്പോൾ ഇടുപ്പ് തളരുന്നതായി തോന്നുന്നവർക്കും നിന്നതിനു ശേഷം നടുവേദനയുള്ളവർക്കും ആഴത്തിലുള്ള കസേരയിൽ നിന്നോ ടോയ്ലറ്റിൽ നിന്നോ എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും ഈ വ്യായാമം ഒരു ലൈഫ് സേവറാണ്. അടുത്തിടെ വീണുപോയവർക്കും ഇത് അവിശ്വസനീയമാം വിധം വിലപ്പെട്ടതാണ്. കാരണം ശക്തമായ ഗ്ലൂട്ടുകൾ ശരീരത്തിൻ്റെ സ്വാഭാവിക വീഴ്ച തടയുന്നതിൽ വലിയ സംവിധാനമാണ്. സാധാരണ തെറ്റുകളെക്കുറിച്ചും കൂടി നമുക്ക് സംസാരിക്കാം. ആദ്യത്തേത് ഗ്ലൂട്ടുകൾക്ക് പകരം ലോവർ ബാക്ക് ഉപയോഗിച്ച് ഉയർത്തുക എന്നതാണ്. നിങ്ങളുടെ ബാക്കിൽ ജോലി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളത് തെറ്റായിട്ടാണ് ചെയ്യുന്നത്. ഉയർത്തുന്നതിന് മുമ്പ് ആദ്യം നിങ്ങളുടെ ബട്ടക്സ് ഞെരുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അപ്പോൾ പുറംവേദന അപ്രത്യക്ഷമാകും. ശ്വസിക്കാൻ മറക്കുക എന്നതാണ് മറ്റൊരു തെറ്റ്. നിങ്ങൾ ഉയർത്തുമ്പോൾ ശ്വാസം വിടുക. ഞെരുക്കുമ്പോൾ ശ്വാസം മൃദുവായി പിടിച്ചു നിർത്തുകയും താഴ്ത്തുമ്പോൾ ശ്വസിക്കുകയും ചെയ്യുക. പരമാവധി പ്രയോജനത്തിനായി നിങ്ങളുടെ കാൽ വിരലുകളേക്കാൾ അല്പം കഠിനമായി നിങ്ങളുടെ ഹീൽസ് താഴേക്ക് അമർത്താൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ മുട്ടുകളുടെ പേശികളെയും ഗ്ലൂട്ടുകളുടെ പേശികളെയും ശക്തിപ്പെടുത്തുകയും പൂർണ്ണമായ ഹിപ്പ് എക്സ്റ്റൻഷൻ നൽകുകയും ചെയ്യുന്നു. കൂടാതെ നിങ്ങളുടെ ഗ്ലൂട്ടുകൾ താഴ്ത്തുന്നതിന് മുമ്പ് ഒരു എക്സ്ട്രാ കഠിനമായ ഞെരുക്കൽ കൂടി നൽകുക. ആ അവസാനത്തെ ഞെരുക്കലാണ് യഥാർത്ഥ ലോകത്തിലെ നടത്തത്തിലേക്കും നിൽക്കലിലേക്കും വിവർത്തനം ചെയ്യുന്ന തരത്തിലുള്ള ശക്തി നിങ്ങളിൽ സൃഷ്ടിക്കുന്നത്. ഗ്ലൂട്ട് ബ്രിഡ്ജുകളിൽ ഏർപ്പെടുന്ന മുതിർന്നവർ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ദൈനംദിന പോരാട്ടമായി മാറിയിരുന്ന ടോയ്ലറ്റിൽ നിന്ന് എഴുന്നേൽക്കുന്നത് പെട്ടെന്ന് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ വീണ്ടും എളുപ്പമാണെന്ന് തോന്നുന്നു എന്നതാണ്. ഈ 4 വ്യായാമങ്ങൾ കിടക്കയിൽ കിടന്നുകൊണ്ട് ചെയ്യാം എന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇന്ന് തന്നെ ഇത് പരിശീലിക്കുമല്ലോ. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീഡിയോ ലൈക്ക് ചെയ്ത് പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്യണേ.